ഹായ്, വീണ്ടും പെട്രിയ വിശേഷങ്ങളാണ്. എത്ര പറഞ്ഞാലും എനിക്ക് മതി വരില്ല. ചെടി നിറയെ പൂത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ആകെ 3 പൂങ്കുലേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് കേട്ടോ. ഞാൻ നോക്കി ആ കളറ് കണ്ടു, നല്ല രസമുള്ള കളറാണ്. പിന്നെ പെട്രിയ ചെടിയുടെ ഒരു പ്രത്യേകത അറിയാമോ? ആ പൂക്കൾക്ക് നടുവിൽ നല്ല വയലറ്റ് കളറിലൊരു പൂവും കൂടെ ഉണ്ട്. നോക്കിയേ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. അതും ഒരു 3 ദിവസം കഴിയുമ്പോൾ ഈ പൂവ് അങ്ങ് പൊഴിഞ്ഞു പോകും. നടുക്കുള്ള ഡാർക്ക് വയലറ്റ് കളറിലെ ആ പൂവ് അങ്ങ് പൊഴിഞ്ഞു പോയിട്ട് ഇതൊക്കെ പൂക്കൾ പൊഴിഞ്ഞ ചെടിയാണ്. ഇതൊക്കെ ആ പൂവ് പൊഴിഞ്ഞു പോയ പൂക്കളാണ്. നമ്മളെപ്പോഴും നമ്മുടെ കണ്ണിൽ പെടുന്നത് ഈ പൂക്കളാണ്. ഈ പൂങ്കുലയിൽ സ്ഥിരമായിട്ട് കാണുന്നത് ഈ പൂക്കളാണ്. പക്ഷേ ഇതിനുള്ളിൽ നിൽക്കുന്ന ഈ വയലറ്റ് പൂവിനെ നമ്മളാരും ശ്രദ്ധിക്കാറില്ല. ഇപ്പം വീടിൻ്റെ മുന്നിലൊരു ആർച്ചിലൊക്കെ ഇതിനെ പടർത്തി വിടുകയാണെങ്കിൽ ആ പൂവ് നടുക്ക് നിൽക്കുന്ന ഈ ഡാർക്ക് വയലറ്റ് കളറിലെ കുഞ്ഞു പൂവുണ്ടല്ലോ, 5 6 ഇതളുണ്ട് അതിന്, 5ആണെന്ന് തോന്നുന്നു. അതെ, 5 ഇതളുള്ള ഈ പൂവ് പൊഴിഞ്ഞ് തറയിൽ നല്ലതുപോലെ പരന്ന് കിടക്കും. പിന്നെ അതിന് ശേഷമുള്ള വയലറ്റ് പൂക്കളാണ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത്. എന്ത് ഭംഗിയായല്ലേ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വയലറ്റ് കളർ. ഇപ്പോൾ ഇതിനുള്ളിൽ 3 പൂങ്കുലേ ഉള്ളൂ, നിറയൊന്നും പൂത്തിട്ടില്ല. 5 6 പൂങ്കുലയൊക്കെ വരാറുണ്ട്. പക്ഷേ സാധാരണ നമ്മൾ പെട്രിയയുടെ ഒരു വലിയ ഇത് കാണുന്നത് പോലെ ഇതിനകത്ത് ഇതുവരെയും പൂവിട്ടിട്ടില്ല. ചിലപ്പോൾ വെള്ളത്തിൻ്റെ കുറവൊക്കെ ആയിരിക്കും. നമ്മൾ സാധാരണ ഇതിന് വെള്ളം ഒഴിക്കാറില്ല, വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ വെള്ളം ഒഴിക്കുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കി, എന്ത് രസമല്ലേ കാണാൻ, നല്ല ഭംഗിയില്ലേ.